ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രീരീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു സ്പെഷ്യൽ പായസ റെസിപ്പിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പായസമാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത്. നമ്മുടെ സബുദനയും കൊണ്ടുണ്ടാക്കുന്ന പായസമാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പായസമാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഈ പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു 1/4 കപ്പോളം സബുദന എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരല്പം കഴുകിയിട്ട് ഒരു 2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കിത് അല്പനേരം സോക്ക് ചെയ്ത് വെക്കാം. ഇത് നമുക്കൊരു 30 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ സബുദന സോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് റേസിൻസ് ഒക്കെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് റേസിൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റേസിൻസ് എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഞാൻ ഇതേ പാനിലേക്ക് തന്നെ ആ നെയ്യ് തന്നെയുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, വലിയ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. ജസ്റ്റ് ഇതൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി നമുക്ക്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി ഈ ഒരു സ്റ്റെപ്പ്. ഞാൻ ജസ്റ്റ് ഇത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ഷുഗറെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റ് എല്ലാം നല്ലപോലെ നെയ്യിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കെന്നിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബുദന ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബുദന ചേർത്ത് കൊടുക്കാം. ഇല്ല, വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളം കളഞ്ഞിട്ട് വേണം സബുദന ചേർത്ത് കൊടുക്കാൻ. ഒരല്പം വെള്ളം ഉണ്ടാകും, ഒരുപാട് വെള്ളം വേണ്ട, ഒരല്പം വെള്ളം ഉണ്ടാകും. അത് കുഴപ്പമില്ല. നമുക്ക് അതോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. സബുദനയെല്ലാം നല്ലോണം ഒന്ന് കുക്കാവണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഈ സബുദന കുക്കായെന്ന് മനസ്സിലാവണമെങ്കിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോൾസ് പോലെ ആവണം, എന്നാൽ നമുക്കത് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇതിപ്പോൾ കുക്കായിട്ടില്ല. കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് നമ്മുടെ സബുദന ഇവിടെ കുക്കായി വരുന്നുണ്ട്. ഫുള്ളി കുക്ക്ഡ് ആയിട്ടില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്, ഇത്രയും മതിയാകും. നമ്മുടെ പാലെല്ലാം ഇവിടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഈ പായസം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സബുദന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ റേസിൻസും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന
ക്യാരറ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്ന റേസിൻസും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റേസിൻസും ക്യാരറ്റും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള സബുദന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇത് നല്ല പവിഴമുത്തുകൾ പോലെ കിടക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇത് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.